പ്രിലിംസ് 2024 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോയിങ് എയർപോർട്ട്സ്: ഡോന്യു പോലോ എയർപോർട്ട്, കുഷിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്, വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇൻ ദ റീസെന്റ് പാസ്റ്റ് വിച്ച് ഓഫ് ദ എബോവ് ഹാവ് ബീൻ കൺസ്ട്രക്റ്റഡ് ആസ് എ ഗ്രീൻ ഫീൽഡ് പ്രൊജക്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതെല്ലാം എയർപോർട്ടുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഗ്രീൻ ഫീൽഡ് പ്രൊജക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റുകളെ പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറി തിരിക്കാം. ഒന്ന് ഗ്രീൻ ഫീൽഡ്, രണ്ടാമത്തത് ബ്രൗൺ ഫീൽഡ്. ഇത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഗ്രീൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ന്യൂലി കൺസ്ട്രക്റ്റഡ് എന്നാണ്. ന്യൂലി കൺസ്ട്രക്റ്റഡ്, പുതുതായിട്ട് പണിതത്. ബ്രൗൺ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ളതിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരിക അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക, നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ അപ്ഗ്രേഡ് ചെയ്യുക. ഇതാണ് ബ്രൗൺ ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള ഒരു എയർപോർട്ടിൽ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് ബ്രൗൺ ഫീൽഡ് വർക്കുകൾ എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഗ്രീൻ ഫീൽഡ് എയർപോർട്ടുകൾ ഏതൊക്കെയാണെന്നാണ്, അതായത് ന്യൂലി ഫോംഡ് ആയിട്ടുള്ള എയർപോർട്ടുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം UPSC സിവിൽ സർവീസ് എക്സാമിന് ചോദിക്കാൻ ഉചിതമായിട്ടുള്ള ഒരു ചോദ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഉത്തരം നോ എന്നായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൽ ചില അഡ്വാൻറ്റേജസ് ചില കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ, സിവിൽ സർവീസ് എക്സാം എഴുതുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ട് അത് ന്യൂ ആണോ ഓൾഡ് ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയും. ഉദാഹരണത്തിന് ഇവിടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഉള്ളത് എന്ന് വിചാരിച്ചോ. അപ്പോൾ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എക്സാം എഴുതുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് ഷുവർലി അറിയാം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് പഴയ ഒരു എയർപോർട്ടാണ്, മുന്നേ ഉള്ള ഒരു എയർപോർട്ടാണ്, ഗ്രീൻ ഫീൽഡ് അല്ല. സോ 3നെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 3നെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഉത്തരം 1 and 2ലേക്ക് വരും. സോ അൾട്ടിമേറ്റ്ലി വിജയവാഡ എന്ന് വരുന്ന അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അൾട്ടിമേറ്റ്ലി വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് ധാരണ ഉണ്ടാവും എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നവർക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റ് രണ്ട് എയർപോർട്ടുകളും, ഒന്ന് അരുണാചൽ പ്രദേശിലാണ്, അപ്പോൾ മറ്റ് രണ്ട് എയർപോർട്ടുകളും നോക്കുവാണെങ്കിൽ അവർക്കത് ന്യൂ എയർപോർട്ട് ആണെന്ന്, രണ്ടെണ്ണം ന്യൂ എയർപോർട്ട് ആണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റൂ. പക്ഷെ വിജയവാഡ ഓൾഡ് എയർപോർട്ട് ആണെന്ന് അറിയുന്ന ഒരാൾക്ക് ഈ ഉത്തരം വളരെ വേഗത്തിലെത്തും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ UPSC പോലെ രാജ്യത്തിന്റെ എല്ലാ വിഭാഗം ആൾക്കാരും എഴുതുന്ന ഒരു എക്സാമിന് നോട്ട് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ബട്ട് ഇത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉത്തരം അറിയെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇവിടെ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ആ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിസ്ക് ടേക്കിംഗ് ലോജിക് ആണ്. എങ്ങനെയാണെന്ന് പറയാം. ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ, ഒന്നാമത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ നോളജ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് പുതിയ എയർപോർട്ട്, ഇതിൽ ഏതെങ്കിലും പഴയ എയർപോർട്ട് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ അറിവിലുണ്ടോ, നിങ്ങൾ പഠിച്ചതിലുണ്ടോ നോക്കാം. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആരും പഠിച്ചതിലുണ്ടാവാൻ സാധ്യത കുറവാണ്. ഭൂരിഭാഗം ആൾക്കാരും സിവിൽ സർവീസ് എക്സാമിന് അന്ന് എക്സാം എഴുതുന്ന ആന്ധ്രാപ്രദേശിന് ഒഴികെയുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ചോദ്യം വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആയിരിക്കും. ആന്ധ്രാപ്രദേശിലുള്ളവർക്ക് എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തത് നമുക്ക് ഇതിൽ എന്തെങ്കിലും ലോജിക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ലോജിക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ നമുക്ക് സിംപ്ലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലോജിക്ക് വിജയവാഡ എന്നുള്ളതാണ്. വിജയവാഡ എന്ന് പറയുന്നത് ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള സിറ്റിയാണ്. അതായത് നമ്മൾ കേരളത്തിലാണെങ്കിലും നമുക്ക് വിജയവാഡ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് അറിയാം. ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള സിറ്റിയാണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റിയാണ്. സോ അവിടെ ഇപ്പോഴായിരിക്കുമോ എയർപോർട്ട് രൂപീകരിക്കാൻ സാധ്യത, അല്ല വളരെ മുന്നേ എയർപോർട്ട് രൂപീകരിക്കാൻ സാധ്യതയുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എൻ്റെ ഒരു ഒപ്പീനിയനിൽ വിജയവാഡ എന്ന് പറയുന്ന സിറ്റി പ്രൊമിനന്റ് സിറ്റിയാണ്. എനിക്കറിയാം, കാരണം എന്ന് വെച്ചാൽ ഞാൻ കേരളത്തിലുള്ള ഒരാളാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു സിറ്റി എനിക്കറിയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് വിജയവാഡ എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ വൺ ഓഫ് ദ ഫേമസ് സിറ്റിയാണ്. സോ അവിടെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വളരെ മുന്നേ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തിങ്കിങ് എടുക്കുവാണെങ്കിൽ ഇതിൽ 3 തെറ്റാണ്. അതായത് 3 ഒരു ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് അല്ല എന്ന് ഞാൻ കരുതുവാണെങ്കിൽ എനിക്ക് ഉത്തരത്തിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ പറ്റും 1 and 2 എന്ന് പറയുന്നത്. ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, ഞാൻ ഇവിടെ ലോജിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം ഞാൻ ലോജിക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് 100% ആൻസർ കറക്റ്റായി കിട്ടും എന്നല്ല. പക്ഷെ എനിക്കൊരു ലോജിക് ഉണ്ട്. എനിക്ക് എന്തുകൊണ്ട് വിജയവാഡ ഒരു ന്യൂ ഫീൽഡ് പ്രൊജക്ട്, ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് അല്ല എന്ന് കരുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും വിജയവാഡ എന്ന് പറയുന്ന സിറ്റി വൺ ഓഫ് ദ പ്രൊമിനന്റ് സിറ്റിയാണ് ആന്ധ്രാപ്രദേശിൽ. ആ ഒരു പ്രൊമിനന്റ് സിറ്റി അത്
അവിടെ ഇന്റർനാഷണൽ എയർപോർട്ട് നേരത്തെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് ഇപ്പോൾ രൂപീകരിക്കാനുള്ള വിജയവാഡ പ്രൊമിനന്റ് സിറ്റിയാണ് നേരത്തെ രൂപീകരിക്കുന്നത്. സോ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ 1 and 2 മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഇത് അത്രയും കോൺഫിഡൻസ് വേണം എന്ന് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ലോജിക്കിലാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഈവൻ ദോ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാലും യു ഹാവ് എ പ്രോബബിലിറ്റി ഓഫ് എന്താ കറക്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം നമുക്കൊരു ലോജിക് ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോജിക് ഉണ്ട് അല്ലെ. വിജയവാഡ പ്രൊമിനന്റ് സിറ്റി അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. സോ വിജയവാഡ പ്രൊമിനന്റ് സിറ്റി അല്ല എന്ന് നമുക്ക് പറയാം. കാരണം ഇതിൽ ഏതോ ഒന്ന് മാത്രമേ ഓൾഡ് ഉണ്ടെങ്കിലുള്ളൂ, അല്ലാതെ രണ്ടെണ്ണം ഓൾഡ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാനില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഒന്നും ഓൾഡ് അല്ല, അല്ലെങ്കിൽ ഒന്ന് ഓൾഡ് ആണ്. ഇതാണ് ഒരു പ്രോബബിലിറ്റി ഈ ഒരു ചോദ്യത്തിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും. ഒന്നും ഓൾഡ് അല്ലെങ്കിൽ 1 and 2 and 3 ആണ് ഉത്തരം. ഒന്ന് ഓൾഡ് ആണെങ്കിൽ ഇതിലേതോ ഒന്നാണ് ഉത്തരം. ഓക്കെ, സോ ഇവിടെ വിജയവാഡ എനിക്ക് അറിയുന്ന സിറ്റി ആയതുകൊണ്ട് ഞാനത് ഓൾഡ് ആണെന്ന് എടുത്തു. ഇതൊരു ലോജിക് ആണ്, ഇതൊരു കോമൺ സെൻസ് ആണ്. ഓക്കെ, അപ്പൊ ഞാനൊരു ലോജിക് എടുത്തു വെച്ചാൽ 100% ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു 10 എണ്ണമൊക്കെ ചെയ്യുമ്പോൾ ഒരു 7 എണ്ണമൊക്കെ ശരിയാവും, 3 എണ്ണമൊക്കെ തെറ്റിപ്പോകും. ബട്ട് വി ഹാവ് എ ഹയർ പ്രോബബിലിറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ലോജിക് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓർത്ത് വെക്കേണ്ട കാര്യം, UPSCയുടെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട. 100-ൽ 100 അല്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് വേണ്ടതായിട്ടുള്ളത്. ഓക്കെ, 100-ൽ 100 അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ യു പ്രോബബിലി ലൂസ് എ പ്രിലിംസ്. ഓക്കെ, അല്ലെങ്കിൽ വളരെ റയർ ചാൻസ് ആണ് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇത്തരത്തിലുള്ള വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, തീരെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ ഓക്കെയാണ്, ചോദ്യങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായി. ഇതിന്റെ ഉത്തരം 1 and 2 ആണോ, എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് നമ്മൾ നോക്കാം. എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത്? ചോദ്യം അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തായാലും സ്റ്റാറ്റിക് പഠിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ എയർപോർട്ടുകൾ ഇതൊക്കെയാണ്, ഇതാണ് പുതിയത്, ഇതാണ് പഴയത് എന്നൊന്നും പഠിക്കാൻ പോകുന്നില്ല. ഭയങ്കര ഫാക്ച്വൽ ആണ്. ഇത് വന്നിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. അപ്പൊ ഇതിൽ ആദ്യത്തേത് അരുണാചൽ പ്രദേശിലെ പുതിയ എയർപോർട്ടിന്റെ പേര് ഡോണി പോലോ എന്നാക്കി മാറ്റി എന്നുള്ളതാണ് ഒരു വാർത്ത. അരുണാചൽ പ്രദേശിലാണ് ഡോണി പോയോ വരുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് എപ്പോൾ വന്ന വാർത്തയാണ്? 2022 വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഹിന്ദുവിൽ വന്നിട്ടുള്ളതാണ് 2022. സ്വാഭാവികമായിട്ടും കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ 2023 ജൂൺ മുതലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സോ ഈ വാർത്ത നിങ്ങൾ കാണാൻ സാധ്യത. സോ ഈ ഒരു ഡോണി പോയോ എന്ന് പറയുന്നത്, പോളോ എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ ഒരു പുതിയ എയർപോർട്ടാണ്. ഇനി അടുത്ത എയർപോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ കുശിനഗർ എയർപോർട്ടാണ്. അപ്പൊ ഇത് വാർത്ത വന്നിരിക്കുന്നത് 2023 ഡിസംബറിലാണ്. സോ ഈ വാർത്ത നിങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ന്യൂ എയർപോർട്ട് ആണ്, നിങ്ങൾ വാർത്ത കാണാനുള്ള സാധ്യതയുണ്ട്. ഹിന്ദുവിൽ വന്നതാണ്, സ്റ്റേറ്റിൽ വന്നതാണെന്ന് ഓർത്തേക്കുക. അതർ സ്റ്റേറ്റ്സ് ഇവിടെ കാണാൻ പറ്റും, ഇതും അതർ സ്റ്റേറ്റ്സിന് കാണാൻ വേണ്ടി പറ്റും. ഇത് സ്റ്റേറ്റ് ലെവലിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണെന്ന് ഓർത്തേക്കുക. അതായത് ആ സ്റ്റേറ്റിൽ വരുന്ന ആ ഒരു ഏരിയയിലുള്ള എഡിഷനിൽ മാത്രം കാണാനുള്ള ഒരു വാർത്തയാണിത്, ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇനി വിജയവാഡ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് മെയ് 16, 2023 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ടെർമിനൽ ബിൽഡിങ്ങിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിന് 40% മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് മെയ് 2023 വന്നതാണെന്ന് ഓർത്ത് വെക്കാം. ഇതും നിങ്ങൾ നോർമലി ഒരാൾ 2023 ജൂൺ മുതൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വാർത്തയും കാണാൻ സാധ്യതയില്ല എന്നുള്ളത് ഓർത്ത് വെക്കേണ്ടത് തന്നെ. ബട്ട് എല്ലാം ന്യൂസ് എന്ന് വന്നിട്ടുള്ള പേരുകളാണെന്ന് ഓർത്ത് വെക്കുക. അല്ലാതെ എക്സാമിനർ അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലെ എയർപോർട്ടുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഏതെങ്കിലും 2-3 എയർപോർട്ടുകളുടെ പേര് എഴുതി വെച്ചതല്ല, ന്യൂസ് എന്ന് പറഞ്ഞതാണ്. സോ ന്യൂസ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ 11 ചോദ്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും 3-4 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ട് കണ്ടു. സോ ന്യൂസ് വളരെ വളരെ ക്രിട്ടിക്കൽ ആണ്, കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ക്രിട്ടിക്കൽ ആണ്. ദ ഹിന്ദു റിലീജിയസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലേണേഴ്സിന്റെ അനാലിസിസ്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും ഡെയിലി അവൈലബിൾ ആണ്. അപ്പോൾ ലേണേഴ്സിന്റെ അനാലിസിസ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ലേണേഴ്സിന്റെ ആപ്പിന്റെ അകത്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടന്റെ ലെഫ്റ്റ് സൈഡിൽ ജോയിൻ ബട്ടൺ ഉണ്ടാവും. മാസം 159 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. കറണ്ട് അഫയേഴ്സിന്റെ റിലവൻസിനെ മൾട്ടിപ്പിൾ ടൈംസ് ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് അഫയേഴ്സിനെ കൃത്യമായി നോക്കാതെ സിവിൽ സർവീസ് എക്സാമിന് പോയിട്ട് കാര്യമില്ല, പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഡെയിലി കൃത്യമായിട്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഏകദേശം
അരമണിക്കൂർ മുതൽ 30 മിനിറ്റുകളിൽ നിന്ന് 45 മിനിറ്റ് വരെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള റിവിഷൻ പ്രാക്ടീസ് ആ ഭാഗങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലേണേഴ്സിന്റെ കറണ്ട് അഫയേഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇൻ കേസ് ഡെയിലി പ്രാക്ടീസും PDF നോട്ടും ഒക്കെ വെച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ലേണേഴ്സ് ആപ്പിൽ സെയിം എമൗണ്ടിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇനി ലേണേഴ്സിന്റെ ആപ്പിനെ കുറിച്ചും മറ്റ് കോഴ്സുകളെ കുറിച്ചും മറ്റ് സബ്ജക്റ്റുകളുടെ സ്റ്റാറ്റിക് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളെ കുറിച്ചും ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ലേണേഴ്സിനെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് നൽകുന്നതാണ് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു ചോദ്യവുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.